അപ്പൊ ചെൽസിയുടെ അടുത്ത കോച്ചായിട്ട് എൻസോ മരസ്കെ ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. ടോക്സ് ഒക്കെ അഡ്വാൻസ് സ്റ്റേജിൽ എത്തി. ഇനി കോമ്പൻസേഷൻ ഡീറ്റെയിൽസും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസി ക്ലബിൽ നിന്നും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉടനെ പ്രതീക്ഷിക്കാം. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ പോച്ച് പോയതിന് ശേഷം ഇനി ആര് എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഡിസേബിനെ പറ്റിയിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്നു, മക്കേന വരാൻ പോകുന്നു എന്നുള്ള ന്യൂസ് കേട്ടു, ഷാവിയുമായിട്ട് ചെൽസി ബോർഡ് ഡിസ്കഷൻ നടത്തുന്നു. ഇതുപോലുള്ള പല റൂമേഴ്സും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് എൻസോ മരസ്കെ ഏതാണ്ട് ഫൈനലൈസ് ചെയ്തത്. ആരാണ് മരസ്ക എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. കാരണം പോച്ചിനെക്കാട്ടും ബെറ്റർ കോച്ചാണോ ഇദ്ദേഹം എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, പണ്ടത്തെ ഒരു ഇറ്റാലിയൻ മിഡ്ഫീൽഡറാണ്. പല ക്ലബുകളിൽ കളിച്ചിട്ടുള്ള ഒരു വാസ്റ്റ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് മരസ്കയ്ക്ക് ഉണ്ട്. വെസ്റ്റ് ബ്രോം, യുവന്റസ്, സെവിയ തുടങ്ങിയ ക്ലബിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ തൻ്റെ പ്രൊഫഷണൽ കരിയറിൽ മരസ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 494 മത്സരങ്ങൾ പുള്ളി കളിച്ചു, 49 ഗോളുകൾ സ്കോർ ചെയ്തു. അങ്ങനെ ഒരു മികച്ച കരിയർ തന്നെയായിരുന്നു. അതിനുശേഷമാണ് പുള്ളി കോച്ചിങ് ജോബിലേക്ക് വന്നത്. ഇപ്പൊ കോച്ചിങ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കോച്ചിങ് കരിയർ ഒന്നും അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് മാൻ സിറ്റിയിൽ പെപ്പിന്റെ കീഴിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പുള്ളിയുടെ കോച്ചിങ് കരിയറിൽ തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. പെപ്പിന്റെ ടാക്ടിക്കൽ അപ്രോച്ചൊക്കെ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. അഗ്രസീവായിട്ട് ഷോർട്ട് പാസ് ഒക്കെ കൊടുത്തിട്ട് പല മത്സരങ്ങളും ജയിക്കുന്ന പെപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അസിസ്റ്റന്റ് കോച്ചിൽ ഒരാളാണ് മരസ്ക. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ചെൽസിയിലേക്ക് കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷമാണ് പുള്ളിക്കൊരു ജാക്ക് പോട്ട് ലഭിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം ലെസ്റ്റർ സിറ്റി റെലിഗേറ്റ് ആയി ചാമ്പ്യൻഷിപ്പിലേക്ക് പോയി. അവിടെ ലെസ്റ്ററിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഒരു കോച്ചാണ് എൻസോ മരസ്ക. 53 മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് 67% വിൻ റേറ്റോടെ ലെസ്റ്ററിനെ ശക്തമായിട്ട് പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരാൻ മരസ്കയ്ക്ക് സാധിച്ചു. അതിനു മുമ്പ് പാർമയിൽ കോച്ചിങ്ങിനായിട്ട് പുള്ളി പോയിട്ടുണ്ട്. 14 മത്സരങ്ങൾ കളിച്ചപ്പോൾ 28% വിൻ റേറ്റ് മാത്രമാണ് പാർമയിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ജോബാണ്. അത് എക്സ്പീരിയൻസിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ ഇൻഡിവിജ്വലി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാലും ചാമ്പ്യൻഷിപ്പ് ജയിച്ച് പല ടീമുകളും പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ പണ്ടൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു ജോബിനെ വെച്ച് മാത്രം പുള്ളിനെ റേറ്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം ടാക്ടിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മൊറീനിയോ ഒക്കെ ചെയ്യുന്നത് പോലെ ഓപ്പോസിഷനെ റീഡ് ചെയ്തുകൊണ്ട് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി വളരെ കൃത്യമായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു കോച്ച് തന്നെയാണ്. ഇപ്പോൾ 4-3-3 എന്നുള്ള ഒരു ഫോർമേഷനാണ് നോർമലി അദ്ദേഹം അറ്റാക്കിൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം യങ്സ്റ്റേഴ്സ് ഉണ്ട്, സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, വളരെ ടാലന്റഡ് ആയിട്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ചെൽസിയിലുണ്ട്. അവരൊക്കെ മോൾഡ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ടീമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം, യൂറോപ്യൻ ലീഗ് ചെറിയൊരു വ്യത്യാസത്തിലാണ് ചെൽസി നഷ്ടപ്പെട്ടത്. അപ്പൊ കോൺഫറൻസ് ലീഗ് കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. കാരണം യൂറോപ്യൻ ലീഗിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഇഷ്യൂസ് ഒക്കെ കോൺഫറൻസ് ലീഗിൽ കളിച്ചാൽ ചെൽസിക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് സീസൺ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല റീബിൽഡ് കൂടിയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ടോഡ് ബോളി പുള്ളിക്കൊരു 2-3 സീസൺ കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം ഒരുപാട് കോച്ച് വരുന്നു പോകുന്നു, കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്ട് ചെൽസിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.